ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൻ്റെ 298-ാമത്തെ ക്ലാസ്. നിക്കാഹിനെ ദുർബലപ്പെടുത്താനുള്ള അധികാരം, അവകാശം ഭാര്യ ഭർത്താക്കൾക്ക് ഉണ്ടാകുന്ന രൂപങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അവകാശം കിട്ടണമെങ്കിൽ അഞ്ചാലൊരു കാരണം വേണം എന്നാണ്. അതിൽ രണ്ടാമത്തെ കാരണം ഖുൽഫു ഷർത്തിന്, നിബന്ധനക്ക് എതിരായ രൂപം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഫലൗ ശുരിത്ത ഫിൽ അഖദി ഫി അഹദി സൗജൈനി വസ്ഫുൻ, ഭാര്യക്കോ ഭർത്താവിനോ ഈ രണ്ടിൽപ്പെട്ട ഒരാൾക്ക് ഇന്ന വിശേഷണം ഉണ്ടാകണമെന്ന നിബന്ധന നിക്കാഹിൽ തന്നെ വെച്ചു. ഈ പെണ്ണിനെ ഞാൻ നിനക്ക് ഇന്ന വിശേഷണമുണ്ട് എന്ന നിബന്ധനയോടുകൂടെ കെട്ടിച്ചു തന്നു, അല്ലെങ്കിൽ പെണ്ണിന് ഇന്ന വിശേഷണമുണ്ടാകണം എന്ന നിബന്ധനയോടുകൂടെ ഞാൻ സ്വീകരിച്ചു എന്ന് നിക്കാഹിൽ തന്നെ ഷർത്ത് വച്ചിരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ ഉദാഹരണം ജമാലിൻ സൗന്ദര്യം, വ യസാരിൻ സമ്പത്ത്, വ ശബാബിൻ യുവത്വം, വ സ്വലാഹിൻ നന്മ, ഇതൊക്കെ ഉണ്ടാകണമെന്ന് നിക്കാഹിൽ തന്നെ നിബന്ധന വയ്ക്കപ്പെട്ടു. ഫബാന അദ്നാ മിമ്മാ ശുരിത്ത, പിന്നെ നോക്കിയപ്പോൾ ഏതാൾക്കാണോ ഇങ്ങനെ നിബന്ധന പറഞ്ഞിരുന്നത് ആ ആള് ഈ നിബന്ധന വയ്ക്കപ്പെട്ട വിഷയത്തിൽ ആള് റെഡിയല്ല, ആ വിഷയത്തിൽ ആള് താഴെയാണ്, നിബന്ധന ഒത്ത ആളല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഫലില്ലാഹരി, അപ്പം ഏതാളാണോ നിബന്ധന വെച്ചത്, ഭാര്യയുടെ കാര്യത്തിലാണ് ഉദാഹരണം പറയണം, ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവാണ് നിബന്ധന പറഞ്ഞിരുന്നത്, അപ്പോൾ ഭാര്യ അതിനു പറ്റിയ നിബന്ധനക്കൊത്ത പെണ്ണല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ഭർത്താവിന്, ഇനി തിരിച്ചാണെങ്കിലും പറ്റും അൽ ഖിയാറു, ഇഷ്ടം പ്രവർത്തിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിക്കാഹിനെ, ഇന്ന ആളുമായിട്ടുള്ള നിക്കാഹിനെ ദുർബലപ്പെടുത്തി ഫസ്ഖ് ചെയ്തു എന്നങ്ങൾ പറയാം ഇയാൾക്ക്. വലവ് ബിലാക്കാതിന്, അതിന് ഖാദിയുടെ അടുക്കലേക്ക് പോകണമെന്നൊന്നുമില്ല. കാരണം ഖാദിയുടെ അടുക്കലേക്ക് പോകേണ്ട വേറൊരു രൂപം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഖാദിയുടെ അടുക്കൽ പോകേണ്ട രൂപമൊന്നും ഇല്ല ഈ പറഞ്ഞതിന്. മൂന്നാമത്തെ സബബ്, കാരണം ഇങ്ങനെ നിക്കാഹിനെ ദുർബലപ്പെടുത്താനുള്ള, ഇല്ലായ്മ ചെയ്യാനുള്ള, അവകാശമുണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം ഖുൽഫുൽ അന്നി, ഭാവനക്ക് എതിരുണ്ടാവുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫലൗ ലന്ന അഹദു സൗജൈനി ഫിൽ ആഖരി അസ്സലാമത മിനൽ ഉയൂബി, ഭാര്യ ഭർത്താക്കളിൽപ്പെട്ട ഒരാൾ മറ്റേ കക്ഷിയെ പറ്റിയിട്ട് ന്യൂനതകളില്ലാത്ത ആളാണ് എന്ന് വിചാരിച്ചു, ഭാവിച്ചു. ഫബാന, പിന്നെ നോക്കുമ്പോൾ ആ ആള് മഈബൻ, ഐബുള്ള ആളാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഭാര്യയെ പറ്റിയിട്ട് ഭർത്താവ് അങ്ങനെ ഐബൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചു, പക്ഷേ ഈ പെണ്ണ് ഐബുള്ളതാണെന്ന് പിന്നെ ബോധ്യപ്പെട്ടു. അതല്ലെങ്കിൽ തിരിച്ചു, എങ്കിൽ ഫലഹുൽ ഖിയാറു, ആ വിചാരിച്ച ആൾക്ക് വിചാരം തെറ്റിപ്പോയപ്പോൾ അവിടെ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം വരുന്നുണ്ട്. ഫസ്ഖ് ചെയ്യൽ നിർബന്ധമെന്നല്ല, ആ വിഷയത്തിൽ തീരുമാനം എടുക്കാം, വേണോ വേണ്ടേ എന്നുള്ള അയാൾക്ക് ഇഷ്ടമനുസരിച്ച് നീങ്ങാം. വ അമ്മാ സായിറു ഹിസാലിൽ കഫാഅത്തി, എന്നാൽ കുഫുവിന് നമ്മൾ പറഞ്ഞതായ ഒരാൾ കുഫു വെക്കണമെങ്കിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ആള് പെണ്ണിനോട് കുഫു വെക്കണമെങ്കിൽ എന്താണ് വേണ്ടത്, ആ കാര്യങ്ങൾ അതേപോലെ തന്നെ സായിറുൽ ഔസാഫി, മറ്റ് നമ്മൾക്ക് ഒരാൾക്ക് ഉണ്ടാകേണ്ട വിശേഷണങ്ങളൊക്കെ ഫലാ ഖിയാറ ഫീഹ, അവിടെ ഖിയാറില്ല, അവിടെ ഈ പറയപ്പെടുന്ന ഇഷ്ടം എന്ന് പറയണതില്ല. ബി ഖുൽഫിൽ അന്നി, നമ്മൾ വിചാരിച്ചത് മാറിപ്പോയി എന്നതുകൊണ്ട് അവിടെ ഖിയാർ പറയാൻ പാടില്ല. എന്താ അതിൻ്റെ കാരണം? അവിടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, വേണമെങ്കിൽ ഫസ്ഖ് ചെയ്യാം, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. എന്താ? ലി തഖ്സീരി ബി തർക്കിൽ ബഹസി വ ഷർത്തി, അങ്ങനെ കുഫുവിൻ്റെ വിഷയങ്ങളൊക്കെ ഈ ആൾക്ക് ഉണ്ടോ എന്ന് ചികഞ്ഞ് പരിശോധിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് നിക്കാഹിൽ നിബന്ധന വെക്കേണ്ടതായിരുന്നു. അങ്ങനെ അന്വേഷണം
നടത്താതെ അല്ലെങ്കിൽ നിബന്ധന വയ്ക്കാതെ ഈ നിക്കാഹിൽ ഏർപ്പെട്ടപ്പോൾ അതൊരു വീഴ്ചയാണ്. അങ്ങനെ വീഴ്ച ഉണ്ടായതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ നമ്മുടെ വിചാരം തെറ്റിപ്പോയി എന്നും പറഞ്ഞ് ഫസ്ഖ് ചെയ്യാൻ അധികാരം ഇല്ല. അപ്പോൾ അടുത്തത് നാലാമത്തത് ഇഅ്സാറു സൗജി, ഭർത്താവ് തുലഞ്ഞവനാവുക എന്നതാണ്. സാമ്പത്തിക ശേഷി ഇല്ലാത്തവനായി മാറി എന്ന് പറഞ്ഞാൽ താഴെ പറയാൻ പോകുന്ന വിഷയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒലിൽ മുക്കല്ലഫത്തി, ഇവിടെ പറയാൻ പോണത് ഒരു മുക്കല്ലഫത്തായ ഒരു പെണ്ണിന് പറ്റുന്നതാണ്. മുക്കല്ലഫത്തായ പെണ്ണ് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള പെണ്ണ്. ഫസ്ഖു നിക്കാഹിഹ, അവളുടെ നിക്കാഹിനെ ദുർബലപ്പെടുത്തൽ അവൾക്ക് പറ്റുന്നതാണ്. എപ്പോൾ? ഇദാ അഅ്സറ ബി നഫഖത്തിൻ ഔ കിസ്വത്തിൻ ഔ മസ്കനിൻ ഔ മഹ്രിൻ, ഈ പെണ്ണിന് ആവശ്യമുള്ള ചെലവ്, ഇവൾക്ക് ഭക്ഷണമായിട്ട് കിട്ടേണ്ട ചെലവ്, അതല്ലെങ്കിൽ ഇവൾക്ക് കിട്ടേണ്ട വസ്ത്രം, അല്ലെങ്കിൽ അവൾക്ക് കിട്ടേണ്ട പാർപ്പിടം. അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മളിവിടെ ഈ പറയപ്പെടുന്ന ഫസ്ഖിൻ്റെ മസ്അലയിൽ ചെലവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഒരു ചുരുങ്ങിയ ചെലവ്. അതേപോലെ തന്നെ വസ്ത്രമാണെങ്കിലും ശരി, ഒരു ചുരുങ്ങിയ രൂപത്തിലുള്ളതാണെങ്കിലുള്ള വസ്ത്രം. പാർപ്പിടം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനോട് ഒരു യോജിപ്പുള്ള തരത്തിലുള്ള ഒരു പാർപ്പിടം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് കൊടുക്കാൻ ഈ പറയപ്പെടുന്ന പുതിയാപ്പിളക്ക് അഥവാ ഭർത്താവിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ മഹർ പറഞ്ഞിരുന്നു അത് കൊടുക്കാൻ കഴിയുന്നില്ല. കഴിയാത്ത രീതിയിൽ ഇവൻ സാമ്പത്തികമായി തുലഞ്ഞവനായി മാറി. അതിൻ്റെ കാരണം? വലൗബി ഗൈബത്തി മാലിഹി, അവൻ്റെ മുതൽ മറഞ്ഞ കാരണമായിട്ടാണെങ്കിലും ശരി, മസാഫത്ത കസ്രിൻ, ജമ്മും കസർ ആക്കാൻ പറ്റുന്ന അത്രയും ദൂരമുള്ള ഏതോ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ആൾക്ക് മുതലുണ്ട്, പക്ഷെ മുതൽ ഇവിടെ ഇല്ല. 132 കിലോമീറ്റർ അപ്പുറത്തുള്ള ഏതോ സ്ഥലത്താണ് മുതൽ ഇയാൾക്കുള്ളത്. അതുകൊണ്ട് ആ മുതൽ ഇവിടെ ഉപയോഗപ്പെടുന്നില്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ പേരിൽ ഈ പെണ്ണിന് ചെലവ് കിട്ടുന്നില്ല. ചെലവ് കിട്ടാൻ വഴിയില്ല, ഇവൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. അല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ പാർപ്പിടം, അല്ലെങ്കിൽ പറഞ്ഞിരുന്ന മഹർ. ഈ മഹറിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവൻ ഈ പെണ്ണിനെ വത്ത് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഈ മഹറിൻ്റെ പേരിൽ ഈ പെണ്ണിന് ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുക. വത്ത് നടന്നു കഴിഞ്ഞു. വത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം, അത് നടന്നിട്ടില്ലെങ്കിലാണ് പറയണത്. നടന്നു എങ്കിൽ പിന്നെ അവിടെ ആ മഹർ, എനിക്ക് പറഞ്ഞ മഹറുണ്ട്, ആ മഹർ കിട്ടാനുള്ള വഴി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തരാൻ അയാൾക്ക് കഴിയില്ല, ശേഷിയില്ല എന്നും പറഞ്ഞ് ഫസ്ഖ് ചെയ്യാൻ പറ്റൂല. അപ്പം ഇയാളുടെ സമ്പത്ത് ദൂരെ എവിടെയോ ആണ്, അങ്ങനെയാണെങ്കിലും വേണ്ടില്ല. ഔബി തഅദുർ ഇസ്തിഫാഇ ദൈനിഹി, അല്ലെങ്കിൽ ഇയാൾക്ക് കുറേ കടമായിട്ട് പൈസ കിട്ടാനുണ്ട് ഏതോ ആൾക്കാരുടെ അടുത്തുനിന്ന്. പക്ഷെ ആ പൈസ ഇങ്ങോട്ട് നേടിയെടുക്കാൻ, ആ കടമായിട്ട് കിട്ടാനുള്ളത് ഇങ്ങോട്ട് കിട്ടാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. കടം കൊടുക്കാനുള്ളവരുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വാങ്ങിയെടുക്കൽ ബുദ്ധിമുട്ടാണ്. ഔ ബി തഅദുരി കസ്ബിഹി, അല്ലെങ്കിൽ ഇയാളുടെ ജോലി ബുദ്ധിമുട്ടായതുകൊണ്ടാണെങ്കിലും ശരിയെന്ന്. ഇയാൾക്ക് കറക്റ്റായിട്ട് ജോലിക്ക് പോകുന്ന രൂപം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വരുമാനം ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ചെലവ്, പാർപ്പിടം, വസ്ത്രമൊക്കെ കറക്റ്റാവും. അത് അയാൾക്ക് പ്രയാസമാണ്, അയാൾക്ക് ജോലിക്ക് പോകാൻ കഴിയൂലെന്നോ അങ്ങനെ എന്ത് ആ രൂപമാണെങ്കിലും ശരി, ഒരു പെണ്ണ് അതിൻ്റെ പേരിൽ എടുങ്ങാറാകേണ്ട കാര്യമില്ല. ഇയാൾ മുഅ്സിറാണ്. ഒരു ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും ചെലവ്, അതേപോലെ വസ്ത്രം, അതേപോലെ പാർപ്പിടം, അതൊന്നും കൊടുക്കാനുള്ള കഴിവ് ഇയാൾക്കില്ലാത്ത ദുർബലനായി ഇയാൾ മാറിയാൽ അപ്പോൾ പെണ്ണിന് ഫസ്ഖ് ചെയ്യാം നിക്കാഹ്. വലാ ഫസ്ഖ ഖബല സുബൂത്തി ഇഅ്സാരിഹി ഇൻദ ഖാദിൻ ഔ മുഹക്കമിൻ. പിന്നെ അവിടെ ശ്രദ്ധിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. എന്താ?
ഇങ്ങനെ ഒരാൾ സാമ്പത്തികമായി തൊലഞ്ഞു പോയി, അങ്ങനെ തൊലഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഇയാൾ ഇങ്ങനെ തൊലഞ്ഞേക്കാണ്, അതുകൊണ്ട് ഞാൻ ഫസ്ഖ് ചെയ്തു, അങ്ങനെ പറയാനൊന്നും പറ്റൂല. പകരം നാട്ടിലെ ഖാദിയുടെ അടുക്കൽ പോയിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ തൊലഞ്ഞിരിക്കുന്നു എന്ന വിഷയം ഖാദിയുടെ അടുക്കൽ ബോധ്യപ്പെടുത്തണം, ഖാദിയുടെ അടുക്കൽ അത് സ്ഥിരപ്പെടണം. ഈ പെണ്ണ് പോയിട്ട് ഖാദിക്ക് ഒരു പരാതി പോലെ ഖാദിയുടെ അടുക്കൽ അവതരിപ്പിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം ഖാദി ഇല്ലെങ്കിലോ എന്നുള്ളതാണ്. ഖാദി ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഔ മുഹക്കമിൻ, അല്ലെങ്കിൽ അപ്പം അവിടെയാണ് പറയണത് ഈ വിഷയത്തിൽ ഒരാളെ തഹ്കീം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാളെ ഇതിനായിട്ട് നിയമിക്കണം. നമ്മൾ സാധാരണഗതിയിൽ ചിലപ്പോൾ വലിയില്ല, അങ്ങനെ വലിയില്ലെങ്കിൽ പിന്നെ ഖാദി കെട്ടിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം നോക്കുമ്പോൾ ഖാദി ഇല്ല, ഖാദി ഇല്ലെങ്കിൽ ഒരാളെ തഹ്കീമാക്കലുണ്ട്. ഈ വിഷയത്തിന് വേണ്ടി ഒരു നീതിമാനായ ഒരാളെ നമ്മൾ ഒരു വിധികർത്താവായി, ഒരു കൈകാര്യകർത്താവായിട്ട് ഞങ്ങൾ നിയമിക്കുന്നു. അപ്പം അങ്ങനെ നിയമിക്കണം ഇവിടെ ഒരാളെ ഈ ഫസ്ഖിൻ്റെ കാര്യത്തിൽ. അങ്ങനെ നിയമിച്ചിട്ട് ആ ആളുടെ അടുക്കൽ ഇത് സ്ഥിരപ്പെടണം. ഏത് ഇവൻ സാമ്പത്തികമായി തുലഞ്ഞിരിക്കുന്നു എന്ന് അവരുടെ അടുക്കൽ സ്ഥിരപ്പെടണം. ഫൈദ സബത്ത ഇന്ദഹു, അങ്ങനെ അവരുടെ അടുക്കൽ ഖാദി അല്ലെങ്കിൽ ഈ തഹ്കീമാക്കപ്പെട്ട ആൾ ആ ആളുടെ അടുക്കൽ സ്ഥിരപ്പെട്ടാൽ, ഈ വിഷയം സ്ഥിരപ്പെട്ടാൽ യുമഹലു സൗജു സലാസത്ത അയ്യാമിൻ, ഒരു 3 ദിവസത്തേക്ക് ഈ ഭർത്താവിന് ഒരു താമസം കൊടുക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഭർത്താവ് നിൻ്റെ ചെലവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ, കണ്ട് നിനക്ക് ചെലവ് തരാനുള്ള സാധ്യത വല്ല രൂപപ്പെടുന്നുണ്ടോ എന്നൊരു 3 ദിവസം കാക്കണം എന്ന് പറയും. അല്ലെങ്കിൽ ഭർത്താവ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഖാദി എന്ത് ചെയ്യും, ഈ ഭർത്താവിനെ വിളിച്ചിട്ട് നിൻ്റെ കാര്യത്തിൽ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിഷയം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കൊരു 3 ദിവസത്തെ താമസം തരികയാണ്, അത് കഴിഞ്ഞാൽ ഇവിടെ നടപടി വരും എന്ന് പറയണം. സുമ്മ യഫ്സഹു ഹുവ ഔ ഹിയ ബി ഇതിനിഹി, അങ്ങനെ 3 ദിവസവും കഴിഞ്ഞിട്ട് കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല, അങ്ങനെ തന്നെയാണ്, ഇവൾക്ക് ചെലവ് കിട്ടാനുള്ള വഴിയില്ല. ഒരു പെണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ മാറ്റലാണ് ഇവിടെ ശറഅ് ചെയ്യുന്നത്. ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഭർത്താവ് എന്ന നിലക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ അവൾക്ക് മറ്റൊരു ഭർത്താവിനെ തേടിക്കോട്ടെ അവൾ, എന്നിട്ട് മറ്റൊരു ഭർത്താവിൽ നിന്ന് അവൾക്ക് കിട്ടേണ്ടത് കിട്ടട്ടെ. അപ്പം അതിന് ഒന്നുകിൽ ഖാദി അങ്ങ് ഫസ്ഖ് ചെയ്യും ഈ 3 ദിവസത്തിൻ്റെ ശേഷം, ഔ ഹിയ, അല്ലെങ്കിൽ ഈ പെണ്ണ് ഫസ്ഖ് ചെയ്യണം ബി ഇതിനിഹി, ഖാദിയുടെ സമ്മതത്തോടു കൂടെ. ഫഇൻ തഅദറ ഖാദിം വ മുഹക്കമും ബി മഹല്ലിഹ. ഇനി വേറൊരു ചർച്ച, ഖാദി എന്നുള്ളത് പ്രായോഗികമല്ല, അത് ബുദ്ധിമുട്ടാണ്. മുഹക്കം എന്ന് പറയണ തഹ്കീം ചെയ്യപ്പെടുന്ന ആൾ, അതും ബുദ്ധിമുട്ടാണ്. ബി മഹല്ലിഹ, അവളുടെ സ്ഥലത്ത്, അവളുള്ള സ്ഥലത്ത്. ഖാദി ഇല്ല എന്നൊക്കെ പറയണത് നമുക്ക് അത് ബോധ്യപ്പെടും, കാരണം ഖാദി ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം നമുക്കുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട് അങ്ങനെ. അതേസമയത്ത് തഹ്കീം ചെയ്യപ്പെടുന്ന ആളും ഇല്ല എന്ന് പറയണത് അതൊരു സാധാരണ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാകണ കാര്യമല്ല. കാരണം തഹ്കീം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നീതിമാനായ ഒരാളുണ്ടാകുക എന്നാണ് അവിടെ, എന്നിട്ട് ആ ആളെ തഹ്കീം ചെയ്യുക. അപ്പം അങ്ങനെ തഹ്കീം ചെയ്യപ്പെടാനുള്ള ആളും ഇല്ല, ഒരു ഖാദിയും ഇല്ല. അങ്ങനെ ഇല്ലാതെ വന്നാൽ അപ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പെണ്ണ് ആകെ കുടുങ്ങിപ്പോവും. ഔ തഅദ്ദറൽ ഇസ്ബാത്തു ഇൻദഹു, അല്ലെങ്കിൽ ഖാദിയൊക്കെ ഉണ്ട്, പക്ഷെ ഖാദിയുടെ അടുക്കൽ പോയി ഈ വിഷയം ഒന്ന് സ്ഥിരപ്പെടുത്തൽ എന്നുള്ളത് നമുക്കിപ്പോൾ പ്രയാസമാണ്. അതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഖാദിയുടെ അടുക്കൽ പോയിട്ട് അത് സ്ഥിരപ്പെടുത്തൽ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ചെറിയ എന്തെങ്കിലും കാര്യമല്ല, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, അത് നടക്കൂല. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ ബുദ്ധിമുട്ടാണ്, അത് നടക്കാത്ത കാര്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫലഹ അൻ തസ്തഖില്ല ബിൽ ഫസ്ഖി മഅൽ ഇഷ്ഹാദി അലൈഹി. അങ്ങനെ വന്നാൽ അവൾ ഒരു 2 ആളുകളെ വിളിച്ചിട്ട്, ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഖാദിയുടെ അടുക്കൽ ഇത് സ്ഥിരപ്പെടുത്തൽ ബുദ്ധിമുട്ടാണ്, ഇവിടെ ഭർത്താവ് ആകെ തുലഞ്ഞ അവസ്ഥയിലാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഇത് ഫസ്ഖ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ പെണ്ണിനങ്ങ് ഫസ്ഖ് ചെയ്യാം. അങ്ങനൊരു ഘട്ടം വന്നാൽ. ഇനി അടുത്തത് ഗൈറുൽ മുഅ്സിരി, ഒരാൾ സാമ്പത്തികമായി തുലഞ്ഞ ആളൊന്നുമല്ല ഒരു ഭർത്താവ്. അങ്ങനെ ഉണ്ടാവും പലപ്പോഴും പല രൂപങ്ങൾ. ഭർത്താവ്
ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഭാര്യയ്ക്ക് ചെലവ് ഭക്ഷണവും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടുന്നില്ല. കാരണം ഇവർ തമ്മിൽ യോജിപ്പല്ല. എന്നാൽ അവനെ സാമ്പത്തികമായി തുലഞ്ഞവൻ എന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. ഇത് അംതനാനിൽ ഇൻഫാഖിയല സൗജത്തിഹി, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ അവൻ വിസമ്മതിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുന്നില്ല എങ്കിൽ ഇംതനാൽ ഫസ്ഹു മുത്തലക്കൻ, അവൻ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ആൾ നാട്ടിലില്ല, ഇവിടെ ഇല്ല. ഈ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ വിവരം ഇല്ല, അല്ലെങ്കിൽ വിവരമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല, വേറെ ഇന്ന സ്ഥലത്തുണ്ട്, ഈ നാട്ടിലൊന്നുമില്ല. അതല്ലെങ്കിൽ ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, ആൾ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല, അറിയില്ല. ഇങ്ങനെ ഏത് രൂപമാണെങ്കിലും ശരി, അവിടെ പെണ്ണിന് ഫസ്ഖ് ചെയ്യാനുള്ള അധികാരമില്ല എന്നതാണ് അലൽ മുഅ്തമദി, പ്രബല അഭിപ്രായം. നമ്മുടെ മദ്ഹബിലെ പ്രബല അഭിപ്രായം അനുസരിച്ച് സാമ്പത്തികമായിട്ട് ഇവൾക്ക് കൊടുക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്, പക്ഷെ അവന് ചെയ്യുന്നൊന്നുമില്ല, അവൻ ആളെ എവിടെയാവട്ടെ, എന്നാൽ അവിടെ ഭാര്യയ്ക്ക് ഫസ്ഖിന് അധികാരമില്ല എന്നതാണ്. വലാക്കിൻ പക്ഷേ കാല ബഅദുൽ ഫുഖഹാഇ ബി ജവാസിഹി, അവിടെ ഇവൾക്ക് ഫസ്ഖ് ചെയ്യാൻ പറ്റുമെന്ന് ഫുഖഹായിൽപ്പെട്ട നമ്മുടെ ഫിഖ്ഹ് പണ്ഡിതന്മാരിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇദാ തഅദ്ദറ വാജിബുഹ, അതെന്താ, അവൾക്ക് കിട്ടേണ്ട ഈ നേരത്തെ പറഞ്ഞതായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊന്നും കിട്ടൽ നടക്കാത്ത രൂപമാണ് എൻ്റെ ബിങ്കിത്തായ ഖബരിഹി, ആളുടെ വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഈ ആള് ഭർത്താവാകുന്ന കക്ഷി എവിടെയാണ്, ഏത് നാട്ടിലാണ്, ഒരു പിടുത്തമില്ല, ഒരു വിവരവും ഇല്ല. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. ഭാര്യ ഉണ്ട്, ഭാര്യനെ കല്യാണമൊക്കെ കഴിച്ചു, പിന്നെ ആളൊക്കെ നാട് വിട്ടുപോയി, എവിടെയാണെന്നൊരു പിടുത്തമൊന്നുമില്ല, എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഘട്ടമൊക്കെ ഉണ്ടായാൽ അപ്പം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊന്നും നടക്കൂല, ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒന്നുമില്ലല്ലോ. അങ്ങനെ വന്നാൽ അവിടെ ഇവള് തന്നെ ഈ അങ്ങനെയുള്ള മസലയിൽ ഫസ്ഖ് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാരിൽ, ഫിഖ്ഹ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു മസല, വഖ്താറ കസീറൂന അൽ ഫസ്ഖ ഫി ഗായിബിൻ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ മസല ആളെ എവിടെയാന്ന് ഒരു വിവരവുമില്ല എന്നാണ്. ഇനി ചിലപ്പോൾ അങ്ങനെയല്ല, വേറെ മസല ഉണ്ട്. എന്താ, ആളെവിടെയാന്നൊക്കെ അറിയാം, അയാൾ വേറൊരു നാട്ടിലുണ്ട്, ഇവിടെ ഈ നാട്ടിലല്ല വേറൊരു സ്ഥലത്തുണ്ട്, അവിടെ സ്ഥലം എവിടെയാന്നൊക്കെ അറിയാം, പക്ഷെ ആള് ഇവിടെ ബന്ധമോ അതല്ലെങ്കിൽ ഇവർക്ക് ചിലവ് കൊടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മസല വന്നാലോ, ഒഖ്താറ കസീറൂന അൽ ഫസ്ഖ ഫി ഗായിബിൻ, വേറെ നാട്ടിലുള്ളതായ മറിഞ്ഞുപോയ ഒരാൾ, ആ ആളെ പറ്റിയിട്ട് ആ ആളുടെ കാര്യത്തിൽ പെണ്ണിന് ഫസ്ഖ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ മദ്ഹബിലെ ഒരുപാട് പണ്ഡിതന്മാർ മുഖ്താറാക്കി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായത്തെ അവർ തിരഞ്ഞെടുത്തു. ഏതാളുടെ കാര്യം പറഞ്ഞത്, തഅദ്ദറ തഹ്സീലു നഫഖത്തി മിൻഹു, ആ ആളിൽ നിന്ന് ഈ പെണ്ണിനാവശ്യമായ ചെലവ് നേടിയെടുക്കൽ ബുദ്ധിമുട്ടാണ്, അത് നടക്കൂല. വൈലം യങ്കത്തിയോ ഖബറുഹു, ആളുടെ വിവരം മുറിഞ്ഞു പോയിട്ടൊന്നുമില്ല എങ്കിലും ശരി. വിവരം മുറിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആളെ എവിടെയാന്നൊക്കെ അറിയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ആളെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിവരമില്ല എന്നാണെങ്കിലും അല്ല വിവരമുണ്ട് എന്നാണെങ്കിലും ശരി, ആ ആളുടെ ഭാഗത്തുനിന്ന് ഈ പെണ്ണിന് ചെലവ് കിട്ടാൻ വഴിയില്ല, മാർഗമില്ല എന്ന ആള് തൊലഞ്ഞവൻ അല്ല, അവിടെയും ഫസ്ഖ് പറ്റുമെന്ന് പണ്ഡിതന്മാരിൽ കുറേ ആളുകൾ ഇഖ്തിയാർ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അവരതിനെ തിരഞ്ഞെടുത്തു. മുഖ്താർ എന്ന് പറയും നമ്മുടെ ഫിഖഹിൻ്റെ സാങ്കേതിക പ്രയോഗത്തിൽ. മദ്ഹബിലെ ഫത്വ കൊടുക്കപ്പെടുന്ന അഭിപ്രായമൊന്നും അല്ലെങ്കിലും പണ്ഡിതന്മാരിൽ കുറേ ആൾക്കാർ ആ അഭിപ്രായത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് ആ മസാല പറഞ്ഞിട്ടുണ്ട്. ഫതഅദുറു ഉസൂലിഹാ ഇലൻ നഫഖത്തി, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ലാസ്റ്റ് പറഞ്ഞതിൻ്റെ ആകത്തുക, പെണ്ണിന് ചെലവ് ലഭിക്കൽ പ്രയാസമാവൽ എന്നുള്ളത് ഫീ ഹുക്കുമി ഇഅ്സാരി സൗജി, അവൻ തുലഞ്ഞവനാകുന്നു, ആയാലുള്ള വിധി എന്താണോ അതേ വിധിയിൽ തന്നെയാണ്. ആള് തുലഞ്ഞവനൊന്നും അല്ല, പക്ഷെ ഇവൾക്ക് ചെലവ് കിട്ടാൻ മാർഗമില്ല. അവൻ്റെ ഭാഗത്ത് നിന്ന് അവൻ്റെ ഭാര്യ എന്ന നിലക്ക് നിന്നുകൊണ്ട്
അവൻ കൊടുക്കൽ ബാധ്യതയുള്ളത് കിട്ടൽ ഇവൾക്ക് സാധിക്കുന്നില്ല. ആള് തൊലഞ്ഞവനല്ല. ആ രൂപം എന്ന് പറയുന്നത് അവൻ തൊലഞ്ഞവനാകുമ്പോൾ, സാമ്പത്തികമായി അവൻ ഒന്നുമില്ലാത്തവനാകുമ്പോൾ ഉള്ള വിധി എന്താ? ആ വിധി തന്നെയാണ് അവിടെ. അത് രണ്ടും ഒരു വിധിയിലാണ് ഉള്ളത്. അതെന്താ? ഫസ്ഖ് അനുവദനീയമാണ് എന്നതാണ് ആ വിധി. അപ്പം നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഇമാമിങ്ങളുടെ അഭിപ്രായങ്ങൾ മദ്ഹബിലെ ഏറ്റവും മുന്തിയ അഭിപ്രായമൊന്നും അല്ലെങ്കിലും അത് നമ്മൾ സ്വീകരിക്കേണ്ട പല ഘട്ടങ്ങളും വരും എന്ന് നമുക്ക് മനസ്സിലാവും.